കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതാണ് വിഷയം: ജീവിത പുരോഗതി കൈവരിക്കാൻ ഈ 10 നക്ഷത്രക്കാർ ചെയ്യേണ്ടുന്ന പരിഹാരം. ഈ 10 നക്ഷത്രക്കാര് മാത്രമല്ല, ബാക്കി 17 പേർക്കും പുരോഗതി ഉണ്ടാവാൻ പല കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. നമ്മളിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് ഓരോ സംക്രമരാശി ഫലങ്ങളും ഒക്കെ അനുസരിച്ച് ഒക്കെയാണ് നമ്മളെ ഫലങ്ങൾ അവിടെ പറയുന്നത്. പൂർണ്ണമായിട്ട് നമ്മൾ ഈ പറയുന്ന 10 നക്ഷത്രക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വർഷം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ 2020-2021 കാലഘട്ടം ഒരുപാട് ഗുണകരമായിട്ട് പറയുന്ന ഈ 10 നക്ഷത്രക്കാരാണ്. നമുക്ക് അവരുടെ നാളിലേക്കൊന്ന് കടക്കാം, അതിൻ്റെ പരിഹാരങ്ങളിലേക്കൊന്ന് കടക്കാം. അശ്വതി നക്ഷത്രക്കാർ ദുർഗാദേവിയെ ഭജിക്കുക. ഒരു 11 വെള്ളിയാഴ്ച ദുർഗാ ക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പം കൊണ്ട് മാല കെട്ടി ഭഗവതിയെ പ്രാർത്ഥിക്കുക. കാർത്തിക നക്ഷത്രക്കാർ ഭദ്രകാളിയാണ് ഭജിക്കേണ്ടത്. അത് മലയാള മാസം 1-ാം തീയതി ചുവന്ന പൂ കൊണ്ട് മാല കെട്ടി ഭഗവതിക്ക് ചാർത്തി രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യേണ്ടതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാർ മഹാദേവനെയാണ് ഭജിക്കേണ്ടത്. കൂവളമാല, അവൻ്റെ പൊക്കത്തിന് കൂവളമാല കെട്ടി ഭഗവാനോട് സമർപ്പിച്ച് ജലധാരയും ഭസ്മാഭിഷേകവും നടത്തുക. ആയില്യ നക്ഷത്രക്കാർ നാഗപഞ്ചമി വ്രതം അനുഷ്ഠിച്ച് പഞ്ചമിക്ക് നാഗക്ഷേത്രം അല്ലെ സർപ്പക്ഷേത്രത്തിൽ 100 പാലും പഴവും നിവേദ്യം, നാഗകവചം, നാഗസുക്തം കൊണ്ടുള്ള അർച്ചനകൾ ചെയ്യുക. അടുത്തത് ഉത്തര നക്ഷത്രക്കാരാണ്. ഉത്തര നക്ഷത്രക്കാർ ശാസ്താവിനെ ഭജിച്ച് 7 ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ നെയ്യ് ഒഴിച്ച് നീരാഞ്ജനം കത്തിച്ച് അവസാനത്തെ ശനിയാഴ്ച എള്ളു പായസവും എള്ള് പറയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത് അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാർ കൃഷ്ണസ്വാമിയാണ് ഭജിക്കേണ്ടത്. കൃഷ്ണസ്വാമി അമ്പലത്തിൽ തൃക്കൈവെണ്ണ ഒരു 9 വ്യാഴാഴ്ച ഭഗവാനെ സമർപ്പിച്ച് രാജഗോപാല മന്ത്രങ്ങളുള്ള അർച്ചനകൾ നടത്തുക. അടുത്തത് പുരട നക്ഷത്രക്കാരാണ്. പുരട നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഭജിക്കേണ്ടത്. ഇവർ ഷഷ്ടി വ്രതത്തോടെ ഒരു വർഷം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം, പഞ്ചാമൃത നിവേദ്യം, വേലായുധ സൂക്ത അർച്ചന കൊണ്ട് വേലായുധ സൂക്തം കൊണ്ടുള്ള അർച്ചനകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കുക. അടുത്ത തിരുവോണംകാർ മഹാവിഷ്ണു ഭഗവാനെയാണ് ഭജിക്കേണ്ടത്. ഒരു 5 വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം കൊണ്ടുള്ള അർച്ചന, പാൽപ്പായസം, നിവേദ്യമൊക്കെ ചെയ്യുക. അടുത്തത് പുരുട്ടാതിയാണ്. പുരുട്ടാതിക്ക് ഗണപതിക്ക് നാളികേരം 5 ചതുർത്ഥിക്ക് ഉടച്ച് 5 ചതുർത്ഥിക്കും അവൻ്റെ പേരിൽ നാളിലെ വിജിഗണപതി മന്ത്രം കൊണ്ട് 12 ത്രിമധുരവും ഗായത്രി മന്ത്രം കൊണ്ട് 36 എള്ളും ഹോമിക്കുക. അത് രേവതിക്ക് മഹാലക്ഷ്മിയാണ് ഭജിക്കേണ്ടത്. മഹാലക്ഷ്മിയാവാം, ഭുവനേശ്വരിയാവാം, അന്നപൂർണേശ്വരിയാവാം, എവിടെയായാലും കുഴപ്പമില്ല. ഭഗവതിയെ ഭജിക്കുമ്പോൾ വെള്ളയും ചുവപ്പും മഞ്ഞയും കൂടെ മിക്സായിട്ടുള്ള മാല കെട്ടിയിട്ട് ആണ് ഭജിക്കാനായിട്ട്. മാല കെട്ടി ഭഗവതിയുടെ അമ്പലത്തിൽ കൊണ്ട് ചാർത്തിയിട്ട് അവൻ്റെ പേരിൽ ശ്രീസൂക്തം കൊണ്ടുള്ള അർച്ചന, മഹാലക്ഷ്മി സൂക്തം കൊണ്ടുള്ള അർച്ചന, മഹാലക്ഷ്മി സ്തോത്രം കൊണ്ടുള്ള അർച്ചനകൾ അവസാനത്തെ ദിവസം വരുമ്പോഴത്തേക്കും 3 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞ അതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ആവാം. അവസാനത്തെ ദിവസം ഭഗവതിക്ക് വിശേഷാൽ ഫ്രൂട്ട്സുകൾ ഒക്കെ സമർപ്പിച്ച് പിടിപ്പണമൊക്കെ സമർപ്പിച്ച് ഭഗവതിക്ക് നെൽപ്പറയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിലൂടെയൊക്കെ ഈ 10 നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാനാവും. ഇവരുടെ ജാതകം കൂടി പരിശോധിച്ച് പൂർണ്ണമായിട്ടും വ്യക്തത വരുത്തിയ ശേഷം വഴിപാടുകൾ ചെയ്യുക. ബാക്കിയുള്ളവരും അവർക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി എന്ത് കാര്യമാണ് ചെയ്യുകയെന്ന് നല്ലൊരു ജ്യോതിഷനെ കണ്ട് ചിന്തിച്ച് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.